ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ബാക്ക് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ കമ്പനി ലൈനർ കിടക്കണേ, നമുക്ക് പുതിയതാണ്, വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ആ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാം, ബ്രേക്ക് ലൈനർ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോണ്ടല്ലോ, ടയർ തീരെ തീർന്നേക്കണ ഒരു അവസ്ഥയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ സെൻട്രൽ ലൈൻ ഇല്ല, സെൻട്രൽ ലൈൻ മൊത്തം തീർന്നിട്ടുണ്ട്. നമുക്ക് ഈ സൈഡിലെ ഗ്രൂ നോക്കിയിട്ട് കാര്യമില്ല, അതിൻ്റെ സെൻട്രലാണ് ശരിക്കും അതിൻ്റെ ഒരു പിടുത്തം വരാം. അപ്പോൾ ഫുള്ളായിട്ട് തീർന്നേക്കണ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഹാൻഡിലും ഒരു ബലം അനുഭവപ്പെടണം അതിൻ്റെയാണ്. നമുക്ക് പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്റർ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിടാം, അടുത്ത സർവീസിൽ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതിന് വേറെ പറയത്തക്ക ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. ബെൽറ്റിൻ്റെ കണ്ടീഷൻ ആയാലും ബെൽറ്റ് വേറെ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. കമ്പനി ബെൽറ്റ് തന്നെ കിടക്കുന്നത്, വേറെ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. ഇതതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അടങ്ങുന്ന യൂണിറ്റാണ്. അതും നമ്മൾ നിലവിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് വേറെ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനമുള്ളൂ, വേറെ കംപ്ലയിൻ്റ് എന്ന് പറയാവുന്ന കണ്ടീഷനൊന്നുമില്ല. ബെൻഡെക്സ് യൂണിറ്റ് ചെക്ക് ചെയ്യുമ്പോഴും വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്. അതിൻ്റെ ഈ സെൻറ്റർ പോർഷനിൽ നോക്കുമ്പോൾ ചെറിയൊരു ലൈൻ പോലെ കാണുന്നുണ്ട്. അത് നമുക്ക് ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ അലൈൻമെൻറ്റ് ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ലക്ഷണമാണ് അത് കാണിക്കുന്നത് കേട്ടോ. അതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് സെൽഫ് അടിക്കുന്ന സമയത്തൊക്കെ സൗണ്ട് വേരിയേഷൻസ് വരാം. അതായത് സെൽഫ് അടിക്കുന്ന സമയത്ത് മാത്രം സൗണ്ട് വ്യത്യാസം വരാം. പിന്നെ ഈ ക്ലച്ചിൻ്റെ സൈഡിൽ നിന്ന് ഓയിൽ ലീക്ക് വരാം. അതൊക്കെയാണ് അതിൻ്റെ ഇനി പോകെ വരാൻ പോകുന്ന കംപ്ലയിൻ്റ് അതിൻ്റെയാണ്. അതാണ് വരാനായിട്ട് പോകണം. ലക്ഷണങ്ങൾ കാണിക്കണം അങ്ങനെയായിരിക്കും കേട്ടോ. അത് ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ അലൈൻമെൻറ്റിൽ വന്നേക്കുന്ന വേരിയേഷനാണ്. അത് നൈസായിട്ടുണ്ട്. അത് ഈ മാസ്റ്റർ എഡ്ജ് ഡ്യൂയറ്റ് മോഡൽ വണ്ടികളിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് കേട്ടോ. തൽക്കാലം കുഴപ്പമില്ല, നമുക്കത് ബാക്കിയത്തെ ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ക്ലച്ച് യൂണിറ്റിൻ്റെ ഭാഗമായാലും നമ്മളൊന്ന് അഴിച്ച് ഫുള്ള് ഗ്രീസിങ് ഒക്കെ നടത്തി റീസെറ്റ് ചെയ്യുന്നുണ്ട്. വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഈ ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മളൊന്ന് അഴിക്കും കേട്ടോ. കാരണം വെച്ചാൽ ഇപ്പോൾ ബാക്ക് വീൽ അഴിച്ചേക്കണ കാരണമാണ്. ഫ്രണ്ടും കൂടി അഴിച്ചിട്ട് നമ്മളത് ചെക്ക് ചെയ്യും. ബ്രേക്കിൻ്റെ കേസൊക്കെ സെറ്റിങ്സ് കറക്റ്റായിട്ട് ഗ്രീസിങ് ഒക്കെ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം. ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ഫ്രണ്ട് ടയറിൻ്റെ ഭാഗം വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല ടയറാണ് കിടക്കുന്നത്, അത്യാവശ്യം കട്ടയുണ്ട്. പിന്നെ ബാറ്ററി കൂട്ടത്തിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. 2023 മോഡൽ ആംറോണിൻ്റെ ബാറ്ററിയാണ് വണ്ടിയും ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതും കൂടി ഒരു ടെസ്റ്റ് നടത്തുന്നുണ്ട്. വോൾട്ട് നോക്കുമ്പോൾ 12.3 ആ റേഞ്ചിൽ വോൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ബാറ്ററി ടെസ്റ്റ് നടത്തുന്ന സമയത്തും ഓക്കെ ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ പച്ച ലൈറ്റ് തന്നെയാണ് തെളിയിച്ചേക്കുന്നത്, ഓക്കെ സിമ്പിളാണ് കാണിച്ചേക്കുന്നത്, വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗ് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് വിടുന്നുണ്ട്. നിലവിൽ തൽക്കാലം ക്ലീൻ ചെയ്താൽ മതി, വേറെ പ്രോബ്ലം ഒന്നുമില്ല. എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടത്. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓരോ 10,000 കിലോമീറ്റർ കൂടുമ്പോഴാണ് മാറ്റേണ്ടത്. ഓരോ 10,000-ലും മാറ്റി കളയേണ്ടതാണ് കേട്ടോ. പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കിയിരുന്നു, നല്ല ഓയിലാണ് കിടക്കുന്നത്, ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. അപ്പം നിലവിൽ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കാണ് മെയിനായിട്ടുള്ളത്. വേറെ പറയത്തക്ക കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിലില്ല. പിന്നെയുള്ളത് ആ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷനാണ്. അപ്പോൾ വീഡിയോ ഒന്ന് കാണാം, കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. എസ്റ്റിമേറ്റ് ഇടുന്ന സമയത്ത് നമുക്ക് സർവീസും അതേപോലെ തന്നെ ബാക്ക് ടയറും കൂടി ഉൾപ്പെടുത്താം. അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി, പെർമിഷൻ കിട്ടിയിട്ട് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ കേട്ടോ.